ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ബർത്ത്ഡേ വ്ലോഗ് കണ്ടാലോ. വേറെ ആരെയല്ല, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ ഫെബ്രുവരി 3. അപ്പം ഞങ്ങൾ നന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു കുട്ടി കേക്ക് കട്ടിങ്, ജസ്റ്റ് ഫുഡ് അടി ഇത്രേ പ്ലാൻ ചെയ്തിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് വേൾഡിലോട്ടായിരുന്നു പോയിരുന്നത്. അച്ഛനെ പ്രതീക്ഷിച്ച് നിന്നെയാണ്, പക്ഷേ അച്ഛൻ ടയേർഡായിട്ട് വന്നുകൊണ്ട് അച്ഛൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേക്ക് പോകുന്ന വഴിക്ക് കേക്ക് മേടിക്കണമെന്ന്. കേക്ക് ഞങ്ങൾ മേടിക്കുന്നത് എപ്പോഴും നിമിഷയുടെ എന്നാണ്. അവളുടെ കേക്ക് അടിപൊളി കേക്കാണ്. അങ്ങനെ ഞങ്ങൾ കേക്ക് വേൾഡിൽ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ആ ടൈമിൽ നന്ദു വിളിച്ച്, നന്ദു ബിസിയാന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ ആ ടൈമിൽ നന്ദുവിനെയും കോളിൽ ആഡ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നന്ദുവിൻ്റെ ഗിഫ്റ്റ് ഞാനൊരു പൊടി പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടർ അടിച്ചു പോയി. പ്രിഹിനോടെ ഒന്ന് കുലുക്കി നോക്കുന്നുണ്ട്. ഈ വലിയ ഗിഫ്റ്റാണ് നന്ദു തന്നത്. അപ്പം ഫസ്റ്റ് നന്ദുവിൻ്റെ ഗിഫ്റ്റ് തന്നെ എല്ലാവരും അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. നന്ദു എനിക്ക് ഫസ്റ്റ് ഡ്രസ്സ് മേടിക്കാൻ പൈസ തരാമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, കാരണം എനിക്ക് ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് കുറച്ചുകൂടി ഇഷ്ടം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റാണ് എനിക്ക് തന്നത്. എൻ്റെ പാഷൻ മനസ്സിലാക്കി, എൻ്റെ ഇഷ്ടം മനസ്സിലാക്കി എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന വേറെ ആരും ഈ ലോകത്ത് കാണത്തില്ല, പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫാമിലിയും. എനിക്ക് ഗോപ്രോ നന്ദു തന്നത് വ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലി ഞാൻ ഡൗൺ ആയി. ഇമോഷണലി എന്നല്ല, എനിക്ക് സന്തോഷം കൊണ്ട് എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും ഞാൻ ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഹാപ്പി. അതേപോലെ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ നന്ദുവിനെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുന്നത്, എനിക്ക് ഒരു പൂവെങ്കിലും എനിക്ക് ഗിഫ്റ്റ് തരുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ പൊന്നച്ചൻ ആ ഗോപ്രോയ്ക്കകത്ത് വീഡിയോ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ യൂസ് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. രഞ്ജു എനിക്ക് മൈക്കാണ് തന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എൻ്റെ ഫാമിലി എനിക്ക് എത്രത്തോളം സപ്പോർട്ടീവ് ആണെന്ന്. ഇപ്പോൾ പറയുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പോലും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുവാണ്. ഇന്നലത്തെ ദിവസം എനിക്ക് എത്ര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഉമ്മയൊക്കെ കൊടുത്ത് പിന്നെ ഫുഡ് വന്ന് ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. കേക്ക് വേൾഡിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. ഒരുപാട് റേറ്റും ഒന്നും ആയിട്ടില്ലായിരുന്നു. ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ ഞങ്ങളുടെ ടീമിലെ കുറേ പേര് മിസ്സിങ് ഉണ്ട്. അഖില, അഞ്ജലി, അങ്ങനെ കുറേ പേരുണ്ട്. അവരൊക്കെ പല വഴിക്കായതുകൊണ്ട് അവരെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഉള്ളവർ വെച്ചിട്ട് ജസ്റ്റ് അടിപൊളിയായിട്ട് സംഭവം നടത്തി. അങ്ങനെ പക്ഷേ നന്ദു തന്ന ഗിഫ്റ്റ് ഞങ്ങളുടെ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയായി. ഞാൻ അലമാരി തുറക്കുന്നുണ്ട്, സാധനങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷേ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത് തന്നെ കാര്യം. പിന്നെ പിള്ളേർക്ക് 2 വാട്ടർമെലൺ ജ്യൂസ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് എൻ്റെ കൂടെയുള്ള എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ളവരുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എനിക്ക് സർപ്രൈസ് കിട്ടാനും ഭയങ്കര ഇഷ്ടം. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഒരു മിഠായി ആയാലും ഞാൻ ഭയങ്കര ഹാപ്പിയാവും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റേത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് കറക്റ്റ് അറിയത്തില്ലെങ്കിൽ പോയി. അപ്പോൾ നമുക്ക് ഗോപ്രോയും കിട്ടി, നല്ല മൈക്കും കിട്ടി. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.